ചെല്ല്. നിന്നെ തല്ലാനും കൊല്ലാനും ഒന്നുമല്ല. ഇത്രയൊക്കെ നീ ഉണ്ടാക്കി വെച്ച സ്ഥിതിക്ക് അങ്കിള് നിന്നോട് സംസാരിക്കണ്ടേ? എനിക്ക് നിന്നോട് ചോദിക്കാൻ നൂറുകണക്കിന് ചോദ്യങ്ങളുണ്ട്. നീ കഴിഞ്ഞ 4 ദിവസം എവിടെയായിരുന്നെന്നോ, എന്ത് ചെയ്യുകയായിരുന്നെന്നോ, നിന്റെ കൂടെ ആരെല്ലാം ഉണ്ടായിരുന്നെന്നോ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. എനിക്കറിയണ്ട. ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, നിനക്ക് എന്താ വേണ്ടത്? എന്താ നിനക്ക് വേണ്ടതെന്ന്? മറുപടി കിട്ടണം എനിക്ക്. പറ. എന്താടി മിണ്ടാത്ത? നിനക്കൊന്നും പറയാനില്ലേ? എന്താണെങ്കിലും പറഞ്ഞോ. ഏതവന്റെ കൂടെ നിനക്ക് ഇറങ്ങി പോകേണ്ടത്? ഇറക്കി വിട്ടേക്കാം നാളെ തന്നെ. ഏത് തെണ്ടിയാണെങ്കിലും വേണ്ടില്ല. ഈ നിമിഷം നിനക്ക് അവനെ വിളിച്ചു വരുത്താൻ പറ്റുമെങ്കിൽ വിളിക്കേ. അവന്റെ കൂടെ അയച്ചേക്കാം ഞാൻ. അതല്ല, നിനക്ക് കുറെ ആണുങ്ങളുടെ കൂടെ അഴിഞ്ഞാടി ജീവിക്കാനാണെങ്കിൽ ഇപ്പൊ തന്നെ പോയിക്കോ. ഏത് തെരുവ് കൊണ്ടുവിടണം നിന്നെ പറഞ്ഞോ. ഈ വീട്ടിലിങ്ങനെ പറ്റില്ല. ഈ വീട്ടിൽ ഇങ്ങനെ തുടരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. നിന്നെ തല്ലിയാൽ എന്റെ കൈ നാറും. അതുകൊണ്ടാണ് ഞാൻ തല്ലാത്തത്. പറ, എന്ത് വേണം? പണമാണോ വേണ്ടത്? എത്ര വേണം? എന്റെ കയ്യിലുള്ള മുഴുവൻ തന്നേക്കാം. കടം മേടിച്ചും തരാം. ഇറങ്ങി പോയിക്കോളാമോ ഈ വീട്ടിൽ നിന്ന്. പിന്നെ നിന്നെ ഇവിടെ കാണരുത്. എന്റെ മരണം വരെ എന്റെ കൺമുമ്പിൽ വന്നു പോരുത്. അല്ലെങ്കിൽ ഈ വീട് നിനക്ക് വിട്ടു തന്നിട്ട് ഞാൻ ഇറങ്ങി പോണോ? ഞാൻ പോവാം. അതിന് ഞാൻ തയ്യാറാ. ഒരു വാക്ക് പറഞ്ഞാ മതി. സഹനശക്തിയുടെ നെല്ലിപ്പലകയിൽ ഇറങ്ങി നിൽക്കുക ഞാൻ. ഇതിനും താഴോട്ട് പോവാൻ എനിക്ക് പറ്റില്ല. ഒന്നുകിൽ എന്നെ വിട്ടിട്ട് നീ എങ്ങോട്ടെങ്കിലും ഓടിപ്പോ, എവിടെയെങ്കിലും പോയി തൊലേ. അല്ലെങ്കിൽ ഇതെല്ലാം കൈവശപ്പെടുത്തിയിട്ട് എന്നോട് പറ, ഇറങ്ങി പോടാ നായെന്ന്. ഈ വേദനയും അപമാനം താങ്ങേണ്ട ഒരാവശ്യം എനിക്കില്ല. ഇല്ല. ഒരു മനുഷ്യജീവി എന്നുള്ള നിലയിൽ കുറച്ചുകൂടി അന്തസ്സായി അഭിമാനത്തോടെ മനസ്സമാധാനത്തോടെ ജീവിക്കാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട്. കഴിഞ്ഞ 17 വർഷങ്ങളായിട്ട്
നിങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കാൻ ഞാൻ. ഇതിനൊരു അവസാനമില്ലേ? 2 പെൺമക്കളെ ജനിപ്പിച്ചു എന്നുള്ളതാണോ ഞാൻ ചെയ്ത അപരാധം? ഈ ലോകത്ത് പെൺമക്കളുള്ള അച്ഛന്മാര് വേറെയില്ലേ? അവർക്കുണ്ടോ എന്റെ പോലത്തെ ദുർവിധി, എന്റെ പോലത്തെ മക്കൾ? എല്ലായിടത്തും മക്കൾ വളരുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പ്രേമിക്കാതിരിക്കുക ചെയ്യുന്നുണ്ട്, കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയാണോ എല്ലാവരുടെയും പെൺമക്കൾ? ആണോടെ തന്നെയാ? അങ്കിളെ എല്ലാവരെയും പോലെ അല്ലല്ലോ ഹരിതയും നീതയും. ഇവർക്ക് എന്താ പ്രത്യേകത? വാലും കൊമ്പും ഉണ്ടോ? അങ്കിളെ അമ്മയില്ലാതെ വളർന്ന കുട്ടികളല്ലേ? അതുകൊണ്ട് അച്ഛന്റെ കാലിൽ കയറ് കെട്ടി നിലത്തോടെ വലിച്ചഴയ്ക്കാമെന്നോ? ഈ ലോകത്ത് അമ്മയില്ലാത്ത കുട്ടികൾ വേറെ വളരുന്നില്ലേ? അച്ഛനില്ലാതെ വളരുന്നില്ലേ? ഇങ്ങനെയാണോ അവരെല്ലാം? നീ എനിക്കൊരു മറുപടി തന്നേ പറ്റൂ. കോളേജിൽ നിന്നും കമ്പൽസറി ടീച്ചർ എന്ന് നിന്നെ ഡിസ്മിസ് ചെയ്തിരിക്കുക. ഇനി നിന്നെയും കൊണ്ട് വേറൊരു കോളേജിലേക്ക് ഞാൻ പോകുന്നു നീ സ്വപ്നത്തെ പോലും വിചാരിക്കണ്ട. നിനക്ക് പഠിക്കാനല്ല താല്പര്യം. ആദ്യം ചോദിച്ച ചോദ്യം തന്നെ ഞാൻ വീണ്ടും ചോദിക്കുക. നിനക്ക് എന്താ വേണ്ടത്? ചോദിച്ചൊന്നും ഞാൻ തരാതിരുന്നിട്ടില്ല. നിന്റെ ന്യായമായ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തന്നിട്ടുണ്ട് ഈ ദിവസം വരെ. ഇനിയൊരൊറ്റ ആഗ്രഹമേ എന്നോട് പറയാവൂ. അതോടുകൂടി നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കണം. എന്താ വേണ്ടത്? അങ്കിളെ ഇവളെവിടായിരുന്നെന്നും ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നെന്ന് അറിയണ്ടേ? എനിക്കറിയണ്ട. 3 പുരുഷന്മാരും 3 പെൺകുട്ടികളും കൂടി എവിടേക്കോ പോയി താമസിച്ച് എന്തൊക്കെയോ ചെയ്തെന്ന് എനിക്കറിയണ്ട. എനിക്കറിയണ്ട. ഇതിനൊരു അവസാനം വേണം. എങ്ങനെയായാലും വേണ്ടില്ല.